ഇടക്കൊച്ചിയിൽ ജനകീയ പ്രതിഷേധത്തിന് നേരെ പോലീസ് അതിക്രമം. വീട്ടുമുറ്റത്ത് കടൽ വെള്ളം കയറിയതിൽ പ്രതിഷേധിച്ച് റോഡ് ഉപരോധിച്ചവരെ പോലീസ് മർദ്ദിച്ചു. മർദ്ദനമേറ്റ 4 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശ്യാംകുമാർ വിവരങ്ങളുമായി. ശ്യാം, ഇപ്പോഴോട് പ്രതിഷേധം തുടരുന്നുണ്ടോ? അനുജ, പ്രതിഷേധം അവസാനിച്ചിട്ടുണ്ട്. വേലിയേറ്റത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഇടക്കൊച്ചിയിലെ വീടുകളിൽ സ്ഥിരമായി ഇങ്ങനെ കടൽവെള്ളം കയറുന്നത്. ഇതോടുകൂടിയിട്ടാണ് ഇന്ന് രാവിലെ ഗതികെട്ട് നാട്ടുകാർ പ്രതിഷേധ സമരവുമായി റോഡിലിറങ്ങുകയും ഇടക്കൊച്ചി സംസ്ഥാനപാത ഉപരോധിക്കുകയും ചെയ്തത്. ഈ ഉപരോധ സമരത്തിനിടയിലാണ് വിവരമറിഞ്ഞെത്തിയ പോലീസ് പ്രദേശവാസികളുമായി വാക്കുതർക്കമുണ്ടാകുകയും അവരെ പിടിച്ച് തള്ളുകയും ഒക്കെ ചെയ്തത്. ആ പോലീസ് നടപടിയിലാണ് 4 പേർക്ക് പരിക്കേറ്റിരിക്കുന്നത്. അങ്ങനെ 4 പേരെ ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ നാട്ടുകാർ പോലീസിനോട് തങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള സമരമാണ് ചെയ്യുന്നതെന്ന് അവർ പറഞ്ഞിരുന്നു. പക്ഷേ പോലീസ് ഒരു തരത്തിലും സമ്മതിക്കാതെയാണ് പ്രദേശവാസികളെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തത്. അങ്ങനെ പരിക്കേറ്റ 4 പേരെയാണ് ഇപ്പോൾ ഇടക്കൊച്ചിയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ജനകീയ സമരത്തിന് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ നാട്ടുകാർക്കിടയിലും പ്രതിഷേധം ശക്തമാണ്. അനുജ, ഈ വിഷയത്തിലുള്ള എന്തെങ്കിലും ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ? കഴിഞ്ഞ കുറെ നാളുകളായി ഇവർക്ക് പ്രതിഷേധമുണ്ടല്ലോ. ശ്യാം, അനുജ, ഈ വിഷയം നാട്ടുകാർ വർഷങ്ങളായി പ്രദേശവാസികൾ ഭരണകൂടത്തിന്റെ ശ്രദ്ധയിലേക്ക് എത്തിക്കുന്നു. പക്ഷേ ഒരു കൃത്യമായ പരിഹാരം ഈ വിഷയത്തിൽ ഉണ്ടാക്കാൻ അധികാരികൾക്കൊന്നും സാധിക്കുന്നില്ല. അതോടുകൂടിയാണ് പ്രതീക്ഷ നഷ്ടപ്പെട്ട, ഇന്നലെ രാത്രിയിൽ കൂടിയുണ്ടായ ആ പ്രശ്നത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു ജനത ഒന്നാകെ തെരുവിലേക്ക് പ്രതിഷേധത്തിനായി ഇറങ്ങിയത്. അങ്ങനെ അവരുടെ ന്യായമായ ഒരു ജനകീയ ആവശ്യത്തിനെതിരെയാണ് പോലീസിന്റെ അതിക്രമം ഉണ്ടായത്. ജനകീയ സമരങ്ങൾക്ക് നേരെ പോലീസ് ഇത്തരത്തിൽ പ്രതികരിക്കാമോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. കാരണം അവരുടെ അടിസ്ഥാനപരമായ ജീവൽ പ്രശ്നങ്ങളാണ് അവർ ആ സമരത്തിലൂടെ ഭരണകൂടത്തിന് മുന്നിൽ കാണിക്കാനായിട്ട് ശ്രമിച്ചത്. അങ്ങനെയുള്ള ആളുകളെ മർദ്ദിക്കുകയും റോഡിലേക്ക് വലിച്ചിഴക്കുകയും ഒക്കെ ചെയ്യുന്നതാണോ പോലീസിന്റെ നിലപാട് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അങ്ങനെ പരിക്കേറ്റ 4 പേരാണ് ഇപ്പോൾ ആശുപത്രിയിലുള്ളത്. ഇനി പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന പേരിൽ ഈ പാവങ്ങൾ പ്രതിയാക്കപ്പെടുമോ എന്നുള്ളത് മറ്റൊരു ചോദ്യം ഉയരുന്നുണ്ട്. സാധാരണ ഇത്തരം സമരങ്ങളിൽ പോലീസ് മർദ്ദനത്തിന് ഇരയാകുന്ന ആളുകളെ പിന്നീട് പോലീസ് പ്രതിയാക്കി കേസെടുക്കുന്ന ഒരു സമീപനവും ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഈ പ്രദേശവാസികൾ തന്നെ ആശങ്കപ്പെടുന്നത്. അനുജ, ശ്യാം, ഇതിൽ പ്രായമുള്ള ആളുകളെയൊക്കെ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മർദ്ദനമേറ്റത് ആർക്കാണ്? അനുജ, 4 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. അവരുടെ പേര് വിവരങ്ങൾ അല്പസമയത്തിനകം നമുക്ക് ലഭ്യമാകും. 4 പേരെയും ഇപ്പോൾ ഇടക്കൊച്ചിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ ആളുകൾ സമരത്തിൽ രാവിലെ മുതൽ പങ്കെടുത്തിരുന്നത്. പ്രായവ്യത്യാസം ഉൾപ്പെടെ മറന്നുകൊണ്ടാണ് അവർ ആ സമരത്തിൽ പങ്കെടുത്തത്. ഇതിൽ 16-ാം ഡിവിഷനിലെ കൗൺസിലർ അഭിലാഷിന് പോലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് കയ്യേറ്റമുണ്ടായിരുന്നു. അംബേദ്കർ കോളനിയിൽ സുബ്രഹ്മണ്യൻ, കളപ്പുരയ്ക്കൽ അജയ്കുമാർ, പുത്തൻകരി സ്വദേശി ഷാജഹാൻ എന്നിവരാണ് ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. കച്ചേരിപ്പടിയിലെ ആശുപത്രിയിലാണ് ഇവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. സമരത്തിനിടയിലേക്ക് പള്ളുരുത്തി CIയുടെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ എത്തുകയും യാതൊരു പ്രകോപനവുമില്ലാതെ പെട്ടെന്ന് ആളുകൾക്കിടയിലേക്ക്, സമരക്കാർക്കിടയിലേക്ക് ഇടിച്ചു കയറിക്കൊണ്ട് അവരെ തള്ളി മാറ്റുകയുമായിരുന്നു. പിന്നീട് ഞങ്ങൾക്ക് വീട്ടിൽ താമസിക്കാൻ കഴിയാതെയാണ് ഒടുവിൽ ഒരു ഗതിയുമില്ലാതെ ഈ സമരത്തിനിറങ്ങിയതെന്ന് ഇവർ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പോലീസ് മുഖവിലക്കെടുത്തില്ല. ജനകീയ സമരത്തിന്റെ വീട്ടുമുറ്റത്തേക്ക് കടൽവെള്ളം കയറുന്നതിൽ അവർ നടത്തിയ പ്രതിഷേധമാണ് ഇടക്കൊച്ചിയിൽ. ആ ജനകീയ പ്രതിഷേധത്തിന് നേരെയാണ് പോലീസിന്റെ അതിക്രമം ഉണ്ടായത്. പോലീസ് റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചവരെ മർദ്ദിച്ചു. മർദ്ദനമേറ്റ 4 പേർ നിലവിൽ ആശുപത്രിയിലാണ്.